ബോക്സ് ആപ്പ് തട്ടിപ്പിൽ നടൻ ജയസൂര്യയുടെ അക്കൗണ്ടുകളിൽ കൂടുതൽ പരിശോധന. ജയസൂര്യയെ അടുത്തയാഴ്ച ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. അതിനു മുൻപ് ബാങ്ക് രേഖകൾ ഹാജരാക്കാനാണ് നിർദ്ദേശം. തട്ടിപ്പിലെ പ്രധാന പ്രതി സ്വാതിക് റഹീമിന്റെ കമ്പനികളിൽ നിന്ന് 1 കോടി രൂപ ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലെത്തിയെന്നാണ് ഇഡി കണ്ടെത്തൽ. എന്നാൽ ബ്രാൻഡ് അംബാസിഡർക്കുള്ള പ്രതിഫലം എന്നാണ് ജയസൂര്യയുടെ പ്രാഥമിക മൊഴി. സ്വാതിക് റഹീമിന്റെ സിനിമാ ബന്ധങ്ങളിലും ഇഡിയുടെ പരിശോധന തുടരുകയാണ്. ഇതിനു മുൻപും 2 തവണ ജയസൂര്യയെ ചോദ്യം ചെയ്തിരുന്നു. അപ്പോഴൊക്കെ താൻ ബ്രാൻഡ് അംബാസിഡർ ആണെന്നും അത്തരത്തിലുള്ള ഒരു കരാർ മാത്രമാണ് കമ്പനിയുമായി ഉള്ളത് എന്നുമാണ് ജയസൂര്യ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികരിച്ചത്. അതേസമയം ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് 1 കോടിയോളം രൂപ എത്തിയെന്ന പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ മറുപടി കൂടി ജയസൂര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഏത് രീതിയിലാണ് ഈ കമ്പനിയുമായുള്ള കരാർ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സ്വാതിക് റഹീമിൻ്റെ സിനിമാ ബന്ധങ്ങളും ഇഡിയുടെ പരിശോധന പരിധിയിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ അടുത്തയാഴ്ച വീണ്ടും ജയസൂര്യ ഇഡി ചോദ്യം ചെയ്യും. ഡാനി പോൾ ചേരുന്നു. ഡാനി, ഗുഡ് മോർണിംഗ്. ജയസൂര്യയെ സംബന്ധിച്ചിടത്തോളം പലതവണ നേരത്തെയും ചോദ്യം ചെയ്തിരുന്നു. ഇനിയും ചോദ്യം ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ അതിന് തക്കതായ പല രേഖകളും ഇഡിക്ക് ലഭിച്ചു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. ആ രീതിയിൽ തന്നെയാണ്. കാരണം പല രേഖകളിൽ ചില ബാങ്ക് ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ ചില സംശയങ്ങൾ ഇഡിക്ക് ഉണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ ഒരു തുക 1 കോടിയോടെ ഏതാണ്ട് 75 ലക്ഷത്തിലധികം രൂപ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്ക് രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. ബാങ്ക് രേഖകളിൽ ജയസൂര്യയുടെയും ഒപ്പം തന്നെ ഭാര്യയുടെയും അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക വന്നിട്ടുള്ളത്. ഈ തുക ഇയാളുടെ ഈ ഈ സംഘത്തിലെ മുഖ്യ പ്രതി എന്ന് പറയുന്ന സ്വാതിക് റഹീമിന്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ഈ തുക വന്നിട്ടുമുള്ളത്. അപ്പോൾ ഈ തുക സംബന്ധിയായ കാര്യങ്ങൾ ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. കാരണം ഇത് കോടിക്കണക്കിന് രൂപ ഇവർ കൈപ്പറ്റിയിട്ടുണ്ട്. ആ തുകയുടെ ഒരു വിഹിതമാണ് ഇവരിലേക്ക് എത്തിയിട്ടുള്ളത്. ജയസൂര്യയുടെയും ഭാര്യയുടെയും പേരിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇവർ കൂടി സ്വാഭാവികമായും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്, വകുപ്പുകളിൽ വരുന്നതാണ്. ആ പണം സ്വീകരിക്കപ്പെട്ടവരും ഇതിലേക്ക് സ്വാഭാവികമായും നടപടിക്രമങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ജയസൂര്യ നൽകിയിരിക്കുന്ന ഒരു മൊഴി എന്ന് പറയുന്നത്, ജയസൂര്യയുടെയും ഭാര്യയുടെയും മൊഴി എന്ന് പറയുന്നത്, തങ്ങൾക്ക് ആ പണത്തിൻ്റെ ഒരു ഉറവിടം സംബന്ധിയായ കാര്യങ്ങൾ തങ്ങൾക്ക് അറിയില്ല. തങ്ങൾ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന രീതിയിലേക്ക് ഈ കമ്പനിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയും മറ്റു പല താരങ്ങളും ഇതുപോലെ ഈ ഇവരുടെ പ്രൊമോഷൻ പരിപാടികളിലടക്കം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ തങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതിന് പ്രതിഫലമായി കിട്ടിയ തുകയാണിത്. വാഗ്ദാനം ചെയ്ത തുക പൂർണ്ണമായും ലഭിച്ചിട്ടുമില്ല. ഇങ്ങനെയൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് ഇതിൻ്റെ ഒരു ഉറവിടം സംബന്ധിയായ കാര്യങ്ങളെ തനിക്ക് അറിയില്ലായിരുന്നു എന്നതാണ് ജയസൂര്യ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജയസൂര്യയുടെ മൊഴി വിശദമായി പരിശോധിക്കുന്നതോടൊപ്പം തന്നെയാണ് ഈ മാസം 7-ന് മുൻപായിട്ട് ഈ ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങൾ, ഇവരുമായി നടത്തിയിട്ടുള്ള ബാങ്ക് ഇടപാടുകളും കാര്യങ്ങളും ഒപ്പം തന്നെ ഈ കരാറിൻ്റെ രേഖകൾ ഇതെല്ലാം തന്നെ വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രേഖകൾ പരിശോധിക്കണം. അപ്പോൾ അത് 7-ന് മുൻപായിട്ട് സമർപ്പിക്കണം. ഇതിനുശേഷമായിരിക്കും ജയസൂര്യയുടെ ചോദ്യം ചെയ്യലിലേക്ക് വീണ്ടും ഹാജരാകണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് ഇഡി നൽകിയിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും എന്നാണ് ഹാജരാകേണ്ടത് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ നിശ്ചയിക്കുക. ഏതായാലും ഈ കാര്യത്തിൽ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് സംബന്ധിയായ കാര്യങ്ങളിൽ ഇഡി കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഇഡിയുടെ ഒരു പ്രധാനപ്പെട്ട സംശയമെന്ന് പറയുന്നത് തന്നെ ഇതിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതിൽ കൃത്യമായ രീതിയിലൊരു അന്വേഷണം നടക്കുകയാണ്. കാരണം പലരുടെയും പണം ഈ രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കുക എന്നെല്ലാം പറയുന്ന പോലെ ആ രീതിയിൽ ഒരു ഇടനിലക്കാരായി സേവ് ബോക്സ് ആപ്പ് വർത്തിച്ചിട്ടുണ്ടോ, അങ്ങനെ പലരുടെ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ടോ എന്നത് ഒരു ഭാഗത്ത് പരിശോധിക്കുന്നു. അതുമാത്രമല്ല, തികച്ചും സാധാരണക്കാരായ ഒട്ടനവധി പേരെ തട്ടിപ്പിന് ഇരയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് മറ്റേ പോലീസ് കേസടക്കം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ സാഹചര്യങ്ങൾ അത്ര കണ്ട വൃത്തിയുള്ളതായിരുന്നില്ല. ഒരു നിഴലിൽ നിൽക്കുന്ന കമ്പനിയും അതിൻ്റെ ഉടമസ്ഥരുമെല്ലാം ആയിരുന്നു. എന്നിട്ടും ഇതുപോലെയുള്ള ആളുകൾ ഇവരുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആകുന്നു, മറ്റ് സിനിമാ താരങ്ങൾ ഇവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു.
അതാണ് ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യുന്നത്. കാരണം ഇവർക്കൊന്നും ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് ഉയരുകയും അതോടൊപ്പം തന്നെയാണ് ഇവർക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള പങ്കാളിത്ത സ്വഭാവം ഇതിലുണ്ടായിരുന്നു എന്നതും കൂടി ഇ ഡി പരിശോധിക്കുന്നുണ്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട്. നിലവിൽ നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം തങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഇടപാടുകളും ഇവരുമായിട്ട് ഉണ്ടായിരുന്നില്ല. ഈ ബ്രാൻഡ് അംബാസഡർ എന്ന രീതി ഒഴിച്ച് മറ്റൊരു രീതിയിലും ഈ കമ്പനിയുമായിട്ട് തങ്ങൾക്ക് ഒരു ഇടപാടും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അത് അന്വേഷിച്ചും തെളിവുകൾ പരിശോധിച്ചും മാത്രമാണ് അത് സ്ഥിരീകരിക്കേണ്ടത്. ഒപ്പം മറ്റൊന്ന്, ഈ ഫാത്തിഖ് റഹീം എന്ന് പറയുന്ന ആളുടെ സിനിമാ ബന്ധങ്ങൾ സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. കാരണം വിപുലമായ രീതിയിലുള്ള സിനിമാ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് പുതിയ തലമുറ സിനിമാ പ്രവർത്തകർ നടീനടന്മാരുമെല്ലാമായി നല്ല രീതിയിലുള്ള സൗഹൃദങ്ങളുണ്ട്. പലരും തന്നെയും ഒരുപാട് പേർ അയാളുടെ ഈ പ്രമോഷൻ പരിപാടികളിലെല്ലാം പങ്കെടുക്കുകയും അവരുടെ സഹകരണത്തോടുകൂടി മുന്നോട്ട് പോവുകയെല്ലാം തന്നെ ചെയ്യുന്നതാണ് ഇ ഡിയുടെ ഒരു വിലയിരുത്തൽ. അപ്പോൾ ഇവർക്കെല്ലാം ഇതിൽ എങ്ങനെയാണ് ഇതിലൊരു പങ്കാളിത്തമുള്ളത്, ഇവർക്ക് തുക നൽകിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇ ഡി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും സേഫ് ബോക്സ് ആപ്പ് എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ അതിൻ്റെ ഒരു നിക്ഷേപ തട്ടിപ്പിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും മാനമുണ്ടോ എന്ന് തന്നെയാണ് ഇ ഡി പരിശോധിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ജയസൂര്യയ്ക്ക് രേഖകൾ ഹാജരാക്കാൻ ജയസൂര്യയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും ഹാജരാകാനുള്ള നിർദ്ദേശമാണ് ഇ ഡി നൽകുന്നത്. ഡാനി, അതുപോലെ തന്നെ ഈ സാത്വിക് റഹീമിൻ്റെ മറ്റ് ഇടപാടുകളെ സംബന്ധിച്ചും ഇ ഡി അന്വേഷിക്കുന്നുണ്ടെന്നറിഞ്ഞ് സിനിമാ മേഖലയിൽ കൂടുതൽ ആളുകളുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആ പരിശോധന നീളുകയില്ലേ? ഒപ്പം ഇവരെത്ര വർഷമായിട്ട് ഈ ഒരു സംരംഭവുമായി മുന്നോട്ട് പോകുന്നു? പരാതിക്കാരുടെ എണ്ണത്തിലും വലിയ കൂടുതലുണ്ടല്ലോ. ഈ കാര്യത്തിൽ ഇയാളുടെ സിനിമാ ബന്ധങ്ങൾ സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത്, ഇയാൾ സിനിമാ മേഖലയിൽ കുറച്ച് സജീവമായിരുന്നു. പ്രത്യേകിച്ച് ഇവർക്കിടയിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്നൊക്കെ ഇയാളെ വിളിച്ചിരുന്നു എന്നതാണ് പറയുന്നത്. 2 സിനിമകളിൽ മുഖം കാണിച്ചിട്ടുണ്ട്. പുതിയതായി ഇറങ്ങിയ സിനിമകൾ കുറച്ച് നാൾ മുൻപ് ഇറങ്ങിയതാണ് ഗൗതമൻ്റെ രഥം, അതോടൊപ്പം ജാക്ക് ആൻഡ് ജിൽ എന്ന് പറയുന്ന 2 പടങ്ങളിൽ ഇദ്ദേഹം മുഖം കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ ഈ പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന രീതിയിലെല്ലാം പല സിനിമകളുമായി ഇയാൾ സഹകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ ബന്ധം ഈ സിനിമാ താരങ്ങൾക്കിടയിലുണ്ട്. വളരെ പെട്ടെന്ന് ഇയാൾക്ക് സംസാരിച്ച് ആരെയും വീഴ്ത്താൻ കഴിയുമെന്നൊക്കെയാണ് പറച്ചിൽ. അപ്പോൾ ആ രീതിയിൽ പലരും തന്നെ ഇയാളുടെ അടുത്ത സുഹൃത്തുക്കളായി മാറിയിട്ടുണ്ട്. ഈ സുഹൃത്തുക്കളായി മാറിയ ഭൂരിഭാഗം പേരെയും തന്നെ ഇയാളുടെ കമ്പനിയുടെ ഈ പ്രമോഷൻ പരിപാടികൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെ ചടങ്ങുകളിൽ വരിക, അവർക്ക് സമ്മാനങ്ങൾ നൽകുക, അങ്ങനെ പലരും തന്നെ ഇതിലേക്ക് വരികയും ചെയ്തു. ഈ സമ്മാനപ്പൊതി പോലും ഇടയ്ക്ക് പരാതിയിലേക്ക് വന്നിരുന്നു. പഴയ ഐഫോൺ സമ്മാനമായി പുതിയ പാക്കറ്റിട്ട് നൽകിയെന്നുള്ള ആ രീതിയിലുള്ള ആക്ഷേപങ്ങളും ഇയാൾ കേട്ടിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ ഇയാൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ രീതിയിലൊരു ബന്ധങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്ത ആളാണ്. അതുകൊണ്ട് തന്നെ സിനിമാക്കാർക്ക് എത്ര കണ്ട ഇയാളുടെ ഈ ഒരു തട്ടിപ്പ് അറിയാമായിരുന്നു എന്നതെല്ലാം സംശയമുണ്ട്. അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഇ ഡി. 2023 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളെ തൃശ്ശൂർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ